പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ നാളുകളായി ദൈവം നമ്മെ സഭയായി നടത്തിക്കൊണ്ടിരിക്കുന്നുവല്ലോ. കഴിഞ്ഞ 16 ഞായറാഴ്ചകളിൽ ഭവനങ്ങളിലിരുന്നും വിവിധ സ്ഥാനങ്ങളിലിരുന്ന് നമുക്ക് ആരാധന അനുഭവിപ്പാൻ ആലയത്തിൽ വന്ന് ഒരുമിച്ച് കൂടുവാൻ കഴിഞ്ഞില്ലെങ്കിലും ആയിരുന്ന ഇടങ്ങളിലിരുന്ന് ആരാധന അനുഭവിപ്പാൻ കർത്താവ് അവസരമൊരുക്കി. എന്നാൽ 17ാമത്തെ ഞായറാഴ്ചയായ ഇന്നും കർത്താവിൻ്റെ പാദാന്തിയെ അടുത്ത് വരുവാൻ ദൈവം നല്ല അവസരം ദൈവം നമുക്ക് നൽകിയല്ലോ. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ദൈവം എല്ലാ വിശ്വാസ കുടുംബങ്ങളെയും കർത്താവ് പരിപാലിച്ചു നടത്തുവാനിടയായി തീർന്നല്ലോ. ആ ദിവ്യ നടത്തിപ്പിനെ ഓർത്ത് നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് കർത്താവിനെ മഹത്വപ്പെടുത്താം. കഴിഞ്ഞ നാളുകളിൽ പ്രത്യേകിച്ച് ബാംഗ്ലൂരിൻ്റെ ഭാഗത്തായിരുന്ന പ്രിയ ആറാലമ്മോട് അരുൺ ഭവനത്തിൽ കടന്നു വരുവാനിടയായി ക്ഷമത്തോടെ കർത്താവ് നടത്തേണ്ടതിനായി വീണ്ടും ജോലിയിൽ തുടരുവാൻ ദൈവം അവസരങ്ങൾ ഒരുക്കട്ടെ. സുഭാഷിണി എന്ന കർത്താവിൻ്റെ ദാസിയും ദൈവം നടത്തി പരിപാലിക്കേണ്ടതിനായും താഴ്ച ഭവിക്കാതെ ദൈവം അവർക്ക് വേണ്ടി കരുതുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് റഷ്യയിൽ MBBS പഠനത്തിലായിരുന്ന പ്രിയ ജല്ലിയും ക്ഷേമത്തോടെ കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരത്തോടെ സ്തോത്രം ഭവനത്തിലെത്തുവാനിടയായി ക്ഷേമത്തോടെ ദൈവം കാക്കുവാൻ ദൈവത്തിൻ്റെ ദിവ്യ നടത്തിപ്പ് മകൾ അനുഭവിക്കുവാൻ തുടർന്ന് ദൈവം കൃപ പകരേണ്ടതിനായി കുടുംബാംഗങ്ങളെ ഒരുമിച്ച് ദൈവം അനുഗ്രഹിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ലക്നോവിൽ ആയിരുന്ന പ്രിയാനിയും ദൈവവേലയുടെ ഭാഗത്ത് സുവിശേഷ ട്രെയിനിങ്ങിലായിരുന്നല്ലോ. ക്ഷേമത്തോടെ നാട്ടിലേക്ക് വരുവാനിടയായി കർത്താവ് പരിപാലിക്കുവാൻ തുടർന്ന് ദൈവാത്മനിയന്ത്രണത്തിൽ ദൈവം പരിപാലിക്കേണ്ടതിനായിട്ടും പ്രത്യേകിച്ച് അരുൺ ചെന്നൈയുടെ ഭാഗത്തായിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ക്ഷീണങ്ങൾ അനുഭവിക്കുന്നു. പരിപൂർണ സൗഖ്യത്തോടെ രോഗപ്രതിസന്ധികൾ നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ ആ സ്ഥാനത്ത് പ്രിയാമകനുമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണ വലയത്തിൽ കാക്കുവാൻ പ്രാർത്ഥിക്കാം. മാതാപിതാക്കളെയും ദൈവം പരിപാലിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ നടത്തിപ്പ് നന്നായി അനുഭവിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മുട്ടമൂടുള്ള അന്ന് വന്നുകൊണ്ടിരുന്ന ലളിതയെന്ന പ്രിയദാസി അവിടെ കുടുംബനാഥൻ പ്രിയ മണിയനെന്ന പിതാവ് കഴിഞ്ഞ ഞായറാഴ്ചയോടുകൂടി അവരെ ഈ ലോകം വിട്ട് വേർപെട്ടു. ആ ഞായറാഴ്ച തന്നെ 6 മണിയോടുകൂടി അവിടെ അന്ത്യശുശ്രൂഷകൾ പൂർണ്ണമായും നിർവഹിപ്പാൻ ദൈവം സഹായിച്ചു. അവയെ പ്രത്യേകിച്ച് തുടർന്ന് പ്രിയദാസിയും കുടുംബാംഗങ്ങളെയും കർത്താവ് പൂർണ്ണമായി നടത്തുവാൻ, പ്രിയ മഞ്ജുവിനെ കുടുംബത്തെ നടത്തുവാൻ അവർക്കൊരു മകനുണ്ട്. അവരെ കുടുംബമായി ദൈവം പരിപാലിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ രാമപുരത്തുനിന്ന് വരുന്ന ഷാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അബിദ് ഷാജി ഒരു വീഴ്ച നിമിത്തം വാത്സല്യ കുഞ്ഞ് ഭാരപ്പെട്ടു. തലയ്ക്ക് ചെറിയ മുറിവുകൾ വന്നു. എങ്കിലും ദൈവം അത്ഭുതകരമായി താങ്ങുവാനിടയായി. പുന്നക്കുളത്തുനിന്ന് കടന്നു വരുന്ന പ്രിയ സുനിൽ കുടുംബത്തെ ദൈവം ക്ഷേമത്തോടെ നടത്തുന്നു. ഇളയ പൈതൽ ഏവൽ ഒരു വീഴ്ചയിൽ കൂടി കടന്നുപോയി. അത്ഭുതകരമായി കർത്താവ് താങ്ങുവാനിടയായി. തുടർന്നും ക്ഷീണങ്ങൾ പ്രയാസങ്ങൾ നീക്കി ദൈവിക വിടുതലോടെ നടത്തുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്ലാമോടുന്ന് കടന്നു വരുന്ന വിജയ സിസ്റ്റർ സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. പരിപൂർണ വിടുതലോടെ ദൈവം അവരെ നടത്തുവാനും കുടുംബമായി കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവം കൃപ പകരേണ്ടതിനായി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കല്ലുവട്ടാങ്കുഴിയിൽ നിന്ന് കടന്നു വരുന്ന പ്രിയ ശ്യാം കുടുംബം, പ്രത്യേകിച്ച് പ്രിയ പിതാവ് ക്ഷീണാവസ്ഥകളിൽ കൂടി നീങ്ങുന്നു. എങ്കിലും ദൈവാത്മാവിൻ്റെ പരിപാലനത്താൽ ഇന്നയോളം ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. പൂർണ്ണ സൗഖ്യത്തോടും വിടുതലോടും പിന്നെയും കർത്താവ് പരിപാലിച്ച് നടത്തുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പറമ്പിക്കോണം തന്ന് കടന്നു വന്നുകൊണ്ടിരുന്ന മാതാവ് തിരുവനന്തപുരത്ത് അവരുടെ മകൻ്റെ ഭവനത്തിൽ വിശ്രമിക്കുന്നു. പൂർണ്ണ സൗഖ്യം ദൈവം നൽകുവാൻ കഴിഞ്ഞ ആഴ്ച ശാരീരികമായ ചില ക്ലേശങ്ങളിൽ കൂടി അവർ കടന്നുപോയി. പൂർണ്ണമായ വിടുതലോടെ ദൈവം അവരെ നടത്തേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് YMR ജംഗ്ഷനിലെ മകനോടൊപ്പം കഴിയുന്ന പ്രിയ മാതാവ്
ഇടയ്ക്കിടയ്ക്ക് ക്ഷീണങ്ങൾ കൂടി വരുന്നു. ദൈവം അത്ഭുതമാർന്ന സൗഖ്യം ഇന്നയോളം പകർന്ന് ദൈവം അവരെ കരം പിടിച്ച് നടത്തുവാനിടയായി. തുടർന്നും ദൈവിക നടത്തിപ്പിൽ ദൈവം അവരെ പരിപാലിക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിദേശത്ത് ഇനിയും ജോലിയിലായിരിക്കുന്ന പഠിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ വിദേശ രാജ്യങ്ങളിൽ. അവയെ അങ്ങനെ നമ്മുടെ സഭയിൽപ്പെട്ട ചിതറിപ്പാർക്കുന്ന എല്ലാവരെയും അവിടങ്ങളിൽ കാക്കുവാൻ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളായി കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവയെ ഓരോരുത്തരെയും ദൈവം കാക്കുവാൻ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരെ ദൈവം പരിപാലിക്കേണ്ടതിനായി നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണ വലയത്തിൽ കാക്കുവാൻ വരുന്ന ആഴ്ചവട്ടം 2 വീലർ 4 വീലർ തുടങ്ങിയ വാഹനങ്ങൾ നിയന്ത്രിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് പരിപാലിച്ച് നടത്തുവാൻ, വാഹനങ്ങൾ യാത്ര ചെയ്യുന്നവരെ ദൈവം കാക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ആഴ്ച വട്ടം മുഴുവനായി തിരുവനന്തപുരം കോർപ്പറേഷൻ മൊത്തം ലോക്ക്ഡൗണിലായിരുന്നല്ലോ. എങ്കിലും രോഗവൈറസുകൾ അതിവേഗത്തിൽ പലരെയും എത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലയളവുകളിൽ കോഴി തൻ്റെ കുഞ്ഞിനെ സൂക്ഷിക്കും പോലെ, കടുകൻ തൻ്റെ കുഞ്ഞിനെ കാക്കും പോലെ ആ ചിറകിൻ മറവിൽ ദൈവം നമ്മെ മറയ്ക്കുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വരുന്ന ആഴ്ചപ്പെട്ട് നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായത് നൽകുവാൻ ദൈവം ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. ആ കുഞ്ഞുങ്ങളെ രോഗിയാക്കാതെ, മുതിർന്നവരെ രോഗിയാക്കാതെ ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണ വലയം എല്ലാം പകർന്ന് നടത്തുവാൻ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. തുടർന്നുള്ള ആരാധനകളിൽ പാടുവാൻ ദൈവം കൃപ പകരുവാൻ, ആരാധിപ്പാൻ കൃപ പകരുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ദൂത് നൽകുവാൻ, അടകബല വിരബല വിരഭാരങ്ങൾ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുവാൻ എല്ലാവർക്കും ഒരുമിച്ച് സ്തോത്രം ചെയ്ത് നമ്മുടെ കർത്താവിനെ ഒരുമിച്ച് മഹത്വപ്പെടുത്താം. അടകബല വിരബല വിരഭാരങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അമേ. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹീതമായ വിലയേറിയ അവസരത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഒരു സഭായോഗം കൂടി ഞങ്ങൾക്ക് ഈ ഭൂമിയുടെ പരപ്പിൽ അനുഭവിക്കുവാൻ, അവയെ ദൈവസന്നിധിയിലായിരിക്കാൻ തന്ന വിലയേറിയ അവസരത്തിനായി സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ ജീവനും വ്യക്തിക്കും ആവശ്യമായ ആലോചനകൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയിൽ ഞങ്ങളെ നടത്തണമേ. കഴിഞ്ഞ നാളുകളിൽ കർത്താവേ, ഈ പകർച്ചവ്യാധി കടന്നു വന്ന് ആരാധനകൾ ആലയത്തിൽ വന്ന് ഒരുമിച്ച് കൂടി ആരാധിപ്പാൻ കഴിയില്ലെങ്കിലും ഭവനങ്ങളിലായിരുന്നവർക്ക്, വിദേശ രാജ്യങ്ങളിലായിരുന്നവർക്ക്, വിവിധ സ്ഥലങ്ങളിലായിരുന്നവർക്ക് ആരാധന ഒരുമിച്ച് അനുഭവിപ്പാൻ ദൈവം അവസരം നൽകിയതുപോലെ ഇന്നത്തെ ദിവസവും ഞങ്ങൾക്ക് നൽകിയതുകൊണ്ട് നന്ദി കർത്താവേ. നിന്റെ കൃപയിൽ ഞങ്ങളെല്ലാവരെയും നടത്തണമേ. കർത്താവേ, സ്തോത്രം. അവിടുത്തെ വരവിനായിട്ട് ഒരുക്കണമേ. വരും ദിവസങ്ങളിൽ കർത്താവേ, ഈ പകർച്ചവ്യാധിയുടെ പ്രതിസന്ധികൾ ഞങ്ങളെയോ ഞങ്ങൾക്കുള്ളവരെയോ എത്തിപ്പിടിക്കാതെ ദൈവം കാക്കണമേ. എല്ലാ ദൈവദാസന്മാരെയും, എല്ലാ സഭകളെയും, എല്ലാ വിശ്വാസ കുടുംബങ്ങളെയും, എല്ലാ ദൈവജനത്തെയും അവിടെങ്ങളിൽ കർത്താവ് കാക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഞങ്ങളുടെ സഭയിൽപ്പെട്ട എല്ലാ ദൈവമക്കളെ അനുഗ്രഹിക്കണമേ. ആർക്കും നിത്യവർത്തിക്ക് മുട്ടുവരുവാൻ ഇടവരരുതേ. ജീവനും വ്യക്തിക്കും ആവശ്യമായത് എല്ലാവർക്കും എല്ലാ നിലകളിലും നൽകി ദൈവം കാക്കണമേ. വിദ്യാഭ്യാസം കഴിഞ്ഞ് കർത്താവേ, ഉപജീവന മാർഗത്തിന് വേണ്ടി ടെസ്റ്റുകൾ എഴുതി പരിശ്രമിച്ചുകൊണ്ടിരുന്നവരുണ്ടല്ലോ കർത്താവേ. പഠിപ്പിനും പ്രാപ്തിക്കും ഒത്തവണ്ണമുള്ള ഉപജീവന മാർഗ വഴികൾ എല്ലാവർക്കും തക്ക സമയത്ത് തുറന്നു മാറിയിക്കണമേ. അങ്ങയുടെ വരവിനായിട്ട് ഒരുക്കണമേ. ജയോത്സവമായി നടത്തണമേ. വരുന്ന ആഴ്ചവട്ടം കർത്താവേ, എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് കൂടെ ഇരുന്ന് അവിടുന്ന് വഴി നടത്തേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വരവിനായിട്ട് ഞങ്ങളെ ഒരുക്കും. എല്ലാ മഹത്വം മുഖച്ച് അങ്ങേക്ക് നൽകുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ജയത്തോടെ നടത്തും വരവിനായിട്ട് ഒരുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മുമ്പിൽ നമുക്ക് ഒരു പാട്ട് ഒരുമിച്ച് ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, തന്നടിപ്പിണരാൽ എനിക്കു സൗഖ്യം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അടുത്ത ചാൻസ് ഇങ്ങനെയാണ്: രോഗിക്ക് വൈദ്യൻ എൻ യേശുവാണല്ലോ,
പാപിക്ക് രക്ഷകൻ യേശുവാണല്ലോ. നീ എൻ്റെ വൈദ്യൻ, നീ എൻ്റെ ഔഷധം, നീ എൻ്റെ എല്ലാമാണല്ലോ. പ്രൈസ് ദി ലോർഡ്. വളരെ അർത്ഥവത്തായ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ഗാനം ആമേ നാം ചേർന്ന് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ആമേ കർത്താവ് നല്ലൊരു ഔഷധമായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും, നല്ലൊരു വൈദ്യനായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. കഴിഞ്ഞ നാളുകളിൽ വെളിപ്പെട്ടിട്ടില്ലേ? കർത്താവ് ഇന്നും നമ്മുടെ രക്ഷകനാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ആമേ തന്നടിപ്പിണരാൽ എനിക്ക് സൗഖ്യം. ഇപ്പോൾ തുടങ്ങിപ്പാടും നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടി ദൈവത്തിന് ഒരുമിച്ച് മഹത്വം കരേറ്റാം.
ൗഷധൈലമുണ്ടല്ലോ, രോഗിക്ക് വൈദ്യം ഗിലയാദിലുണ്ടല്ലോ, ഗിലയാദിലെ ഔഷധൈലമുണ്ടല്ലോ. യേശുവെ തൊട്ടാൽ അവൻ നിന്നെ തൊട്ടാൽ, യേശുവെ തൊട്ടാൽ അവൻ നിന്നെ തൊട്ടാൽ അത്ഭുത സൗഖ്യമുണ്ടല്ലോ. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. കണ്ണാടി വീണരാ, കണ്ണാടി വീണരാ, കണ്ണാടി വീണരാ എനിക്ക് സൗഖ്യം. കണ്ണാടി വീണരാ, കണ്ണാടി വീണരാ, കണ്ണാടി വീണരാ എനിക്ക് സൗഖ്യം. കണ്ണാടി വീണരാ, കണ്ണാടി വീണരാ, കണ്ണാടി വീണരാ എനിക്ക് സൗഖ്യം. ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, 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 ഞാൻ നിന്നെ സൗഖ്യമാക്കും, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. കണ്ണാടി പിണരാ, കണ്ണാടി പിണരാ, കണ്ണാടി പിണരാ എനിക്ക് സൗഖ്യം. 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 ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. കണ്ണാടി പിണരാ, കണ്ണാടി പിണരാ, കണ്ണാടി പിണരാ എനിക്ക് സൗഖ്യം. കണ്ണാടി പിണരാ, കണ്ണാടി പിണരാ, കണ്ണാടി പിണരാ എനിക്ക് സൗഖ്യം. രോഗിക്ക് വൈദ്യൻ യേശുവാണല്ലോ, ആദിക്ക് രക്ഷകൻ യേശുവാണല്ലോ, രോഗിക്ക് വൈദ്യൻ യേശുവാണല്ലോ, ആദിക്ക് രക്ഷകൻ യേശുവാണല്ലോ, രോഗിക്ക് വൈദ്യൻ യേശുവാണല്ലോ, ആദിക്ക് രക്ഷകൻ യേശുവാണല്ലോ. നീ എന്റെ വൈദ്യൻ, നീ എന്റെ ഔഷധം, നീ എന്റെ വൈദ്യൻ, നീ എന്റെ ഔഷധം, നീ എന്റെ എല്ലാമാണല്ലോ. സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും യഹോവയാണ്. കണ്ണാടി പിണരാ, കണ്ണാടി പിണരാ, കണ്ണാടി പിണരാ എനിക്ക് സൗഖ്യം. കണ്ണാടി പിണരാ, കണ്ണാടി പിണരാ, കണ്ണാടി പിണരാ എനിക്ക് സൗഖ്യം. കണ്ണാടി പിണരാ, കണ്ണാടി പിണരാ, കണ്ണാടി പിണരാ എനിക്ക് സൗഖ്യം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഭവനങ്ങളിലിരുന്ന്, ആമേൻ, പലയിടങ്ങളിലിരുന്ന് ദൈവവചന ദൂത് കേൾക്കുവാൻ നമുക്ക് അവസരം കർത്താവ് നൽകുന്നല്ലോ. പ്രത്യേകാൽ ആമേൻ യോവേൽ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം എന്നെ കർത്താവ് വളരെ ചിന്തിപ്പിച്ചു. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഭോജനയാഗവും പാനീയയാഗവും യഹോവയുടെ ആലയത്തിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു. യഹോവയുടെ ശുശ്രൂഷക്കാരായ പുരോഹിതന്മാർ ദുഃഖിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളെ ആലയത്തിനകത്ത് നമുക്ക് ആരാധനയുടെ സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നാം ഈ നാളുകളിൽ മുറയിടണം, ദൈവസന്നിധി കരയണം, അനുതാപത്തോടെ ദൈവത്തിങ്കിലേക്ക് തിരിയണം. അങ്ങനെയെങ്കിൽ നിശ്ചയമായും ദേശത്തിന് തന്നെ ഒരു സൗഖ്യം വരുത്തി ആരാധനാലയങ്ങൾ വേഗത്തിൽ തുറക്കപ്പെടുവാനും നമുക്ക് ഒരുമിച്ച് സഭയായി ദൈവത്തെ ആരാധിക്കുവാനുമുള്ള അവസരം ദൈവം നൽകുക തന്നെ ചെയ്യും. അതിനുവേണ്ടി വേഗത്തിൽ ഈ രോഗവൈറസുകളെ ഇല്ലാതാക്കിക്കൊണ്ട്
ഹല്ലേലൂയ്യ. നമ്മുടെ ആരാധനാലയത്തിൻ്റെ അകത്തളങ്ങളിൽ ആരാധന വേഗത്തിൽ വെളിപ്പെടുവാൻ പ്രൈസ് ദി ലോർഡ് ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി എല്ലാവർക്കും സ്തോത്രത്തോടെ നമ്മുടെ കർത്താവിനെ ഒരുമിച്ച് മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. മുമ്പിലുള്ള സമയം ദൈവവചന ദൂത അറിയിക്കേണ്ടതിനായി കഴിഞ്ഞ ദീർഘവർഷങ്ങൾക്ക് മുമ്പ് ഹരിപ്പാട് സഭയിൽ ശുശ്രൂഷയ്ക്കായി കടന്നു പോകുമ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എബിയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സഭയിലും ബാലരാപുരം ഉച്ചക്കട IPC പെനിയേൽ വർഷിപ്പ് സെൻ്ററിൽ ഒന്നിലധികം പ്രാവശ്യം കടന്നു വന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവോജന ദൂത് അറിയിച്ചിട്ടുള്ള ദൈവദാസനാണ്. എപ്പോൾ മാവേലിക്കരയുടെ അടുത്ത് കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ വിവിധ നിലകളിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ നിറവടിയോടെ ചെയ്യുന്ന കർത്താവിൽ അനുഗ്രഹീതനായ ദൈവദാസനാണ് പാസ്റ്റർ എബി. ആമേൻ. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ സഭയിൽ സജീവമായി ആമേൻ ആരാധിക്കുന്ന ശുശ്രൂഷയ്ക്ക് ദൈവം ഉപയോഗിക്കുന്ന ദൈവദാസന്മാരിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ആലോചനകൾ നമുക്ക് കേൾക്കുവാൻ ഇടയായി. എന്നാൽ ഇന്ന് ദൈവനിയോഗപ്രകാരം നമുക്ക് ശുശ്രൂഷയ്ക്കായി ദൈവം ഇന്ന് ഒരുക്കിയിരിക്കുന്നത് മാവേലിക്കരയുടെ ഭാഗത്ത് വാർത്തുകൊണ്ട് കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്യുന്ന പാസ്റ്റർ എബി അബേറുകളെ മുമ്പിലുള്ള സമയം ദൈവവചന ദൂത് അറിയിക്കേണ്ടതിനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും പ്രാർത്ഥനയോടും ശ്രദ്ധയോടും ദൈവവചനം കേൾക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗുഡ് മോർണിംഗ്. ഒരു നല്ല പ്രഭാതം നമുക്ക് ദാനമായി നൽകിയ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഈ ആയുസ്സിൽ ഒരു ദിവസം കൂടെ കാണുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി ഞാൻ നന്ദി പറയുന്നു. അനുഗ്രഹീതമായ നല്ല പകലിനായി കർത്താവിനെ വാഴ്ത്തുന്നു. കർത്തൃനാമത്തിൽ എല്ലാവർക്കുമുള്ള സ്നേഹവന്ദനത്തെ ഞാൻ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. 2007 പ്രാരംഭത്തിലാണ് കർത്താവിന്റെ അഭിഷക്തനെ കാണുകയും ഞാനായിരുന്ന ദൈവസഭയിൽ ഹരിപ്പാട് ആയിരുന്ന ദൈവസഭയിൽ ദൈവത്തിന്റെ ദാസൻ വന്ന് ശുശ്രൂഷിക്കുകയും ആ ശുശ്രൂഷ വേളയിൽ ദൈവത്തിന്റെ ദൂതുകൾ പ്രവചനാത്മാവിൽ എന്നോട് പറയുകയും ആ ദൂതുകളുടെ നിറവേറലുകൾ സംഭവിച്ചപ്പോൾ അഭിഷക്തനെ ഞാൻ വിളിക്കുകയും അതോടൊപ്പം അദ്ദേഹം ശുശ്രൂഷ കഴിഞ്ഞ് 2007 ആ ഭാഗത്ത് ശുശ്രൂഷ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് പോകുന്നതിന് മുമ്പ് ഉച്ചക്കട IPC പെനിയേൽ വർഷിപ്പ് സെന്ററിലേക്ക് ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വരുവാൻ എന്നെ ക്ഷണിക്കുകയും 2007 മുതൽ ദൈവകൃപയാൽ പല പ്രാവശ്യങ്ങളിൽ പെനിയേൽ വർഷിപ്പ് സെന്ററിൽ വന്ന് ശുശ്രൂഷിക്കാൻ വലിയവനായ ദൈവം എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. അതിനെന്നെ ക്ഷണിച്ച പല പ്രാവശ്യം എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസൻ മഷിദാസ് പാസ്റ്റർക്കുള്ള സ്നേഹവും നന്ദിയും ഈ സമയം ഞാൻ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ ദൈവസഭയിൽ ശുശ്രൂഷിക്കുവാൻ ഇങ്ങനെ ഒരുക്കി നൽകിയ അവസരത്തിനായി ദൈവദാസനുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് പകൽ പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പെനിയേൽ വർഷിപ്പ് സെന്ററിലെ എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടെ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയും നിങ്ങളുടെ ഒപ്പം ആയിരിക്കാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി ഞാൻ നന്ദി പറയുന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുവാൻ എന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് ഒരു വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാമത്തെ അധ്യായം 40-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും എന്നിങ്ങനെ ഞാൻ അവരോടൊരു ശാശ്വതമായ നിയമം ചെയ്യും. അവർ എന്നെ വിട്ടുമാറാതെ ഇരിപ്പാൻ എങ്കിലുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ ആക്കും. പ്രിയരെ, ഈ ലോക ജീവിതയാത്രയിൽ അനേകർ നമ്മുടെ കൂടെ ഇരിക്കാമെന്നും ഒരു നാളും മാറത്തില്ല എന്ന് പറഞ്ഞു പല നാളുകളിലും മോഹന വാഗ്ദാനങ്ങൾ ചെയ്തിട്ട് ഈ ഭൂമിയിൽ നിന്ന് പലരും അവരുടെ സാഹചര്യങ്ങളുടെ നടുവിൽ നിങ്ങളെ വിട്ട് മാറിയപ്പോഴും ഒത്തിരി നിങ്ങളുടെ ഹൃദയങ്ങൾ വേദനിക്കപ്പെട്ട പല നാളുകളുണ്ടായിരുന്നു. എന്നും കൂടെ ഇരിക്കാമെന്ന് വാക്കു പറഞ്ഞ കൂട്ടുകാരൻ, എന്നും കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ വീട്ടുകാർ,
ഇത് പലരും അവരുടെ കാര്യങ്ങളിൽ, ജീവിതത്തിന്റെ അവസരങ്ങളിൽ വരുമ്പോൾ നിങ്ങളുടെ കൂടെ ഇരിക്കാതെ നിങ്ങളെ വിട്ടുമാറിയപ്പോൾ ബൈബിൾ പഠിപ്പിക്കുന്നു, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെങ്കിൽ അനേകർ നിങ്ങൾക്ക് നന്മ ചെയ്യാമെന്ന് പറഞ്ഞ് അവർ വാക്കു മാറിപ്പോയെങ്കിൽ ഓർത്തുകൊള്ളുക, നിങ്ങൾ ആ വാക്ക് കേട്ട് വേദനിച്ച് മുറിയപ്പെട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. ബൈബിൾ പഠിപ്പിക്കുന്നു, ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതമാകുന്ന ഈ യാത്രയിൽ എല്ലാവർക്കും എല്ലാ നാളും നമ്മുടെ കൂടെ ഇരിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ എബ്രായ ലേഖനത്തിൽ, പുതുനിയമത്തിലേക്ക് വരുമ്പോൾ എബ്രായ ലേഖനം അതിന്റെ 13-ാമത്തെ അധ്യായം അതിന്റെ 5-6 വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. 5-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. അതെ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. സ്തോത്രം. നോക്കുക പ്രിയമുള്ളവരെ, തിരുവചനത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകൾ അപ്പോസ്തലനായ പൗലോസ് എടുത്തു പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. സ്തോത്രം. നോക്കുക പ്രിയമുള്ളവരെ, കൂടെ ഇരിക്കാമെന്ന് വാക്കു പറഞ്ഞവർ, കൂടെ നിൽക്കാമെന്ന് വാക്കു പറഞ്ഞവർ, ഒരുപക്ഷെ മരണം വഴിയായി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഒരുപക്ഷെ നിങ്ങളെ ആശ്വസിപ്പിക്കേണ്ടവർ, നിങ്ങളെ സഹായിക്കേണ്ടവർ, നിങ്ങൾക്ക് ഒരു കൈത്താങ്ങാകേണ്ടവർ ഈ ഭൂമിയിൽ നിന്ന് മരണം വഴിയായി മാറ്റപ്പെട്ടു പോയേക്കാം. അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് വാക്കു പറഞ്ഞിട്ട് അവർ നിങ്ങളോട് ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ലാതെ നിങ്ങളുടെ നിന്ന് വാക്ക് പാലിക്കാതെ മാറിപ്പോയേക്കാം. പക്ഷെ ഭാരപ്പെടേണ്ട, തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷാ വേളയിൽ കർത്താവിന്റെ ജീവിതത്തിനകത്തെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കണ്ട ശിഷ്യന്മാർ, കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട ശിഷ്യന്മാർ, യേശു കർത്താവിന്റെ ക്രൂശീകരണ സമയത്ത്, ആ ക്രൂശീകരണ സമയത്ത് അവനെ വിട്ട് പലരും എല്ലാവരും അവന്റെ കൂടെ നിൽക്കാതെ യോഹന്നാൻ അപ്പോസ്തലൻ മാത്രം ദൂരവേ ക്രൂശിൽ നിന്ന് ദൂരെ മാറി നിന്നുകൊണ്ട് യേശുവിന്റെ ക്രൂശീകരണം കണ്ട് ബാക്കിയുള്ളവരെല്ലാം വിട്ടുമാറിപ്പോയപ്പോഴും കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഒലിവുമലയിൽ വെച്ച് 40-ാം ദിവസം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുമ്പോൾ, ശിഷ്യന്മാരുടെ അടുക്കൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകൾ നമുക്ക് ശ്രദ്ധേയമാണ്. മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് കർത്താവ് പറഞ്ഞു. അതേ പ്രിയമുള്ളവരെ, ആരെല്ലാം മാറിയാലും ഈ ലോകം അവസാനിക്കുന്നിടം വരെയും, അല്ല, കർത്താവ് മധ്യാകാശത്തിൽ വെളിപ്പെടുന്ന സമയം വരെയും അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്ന വാക്കിങ്ങനെ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. സ്തോത്രം. നോക്കുക പ്രിയമുള്ളവർ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും അനാഥരെന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്ക് ആരുമില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളോട് പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ കൂടെ പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നോക്കുക, ഇവിടെ തിരുവചനത്തിൽ നാം വായിച്ച വാക്കിങ്ങനെ, ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും. അതെ, ആരെല്ലാം നിങ്ങളെ വിട്ടുപിരിയട്ടെ, ആരെല്ലാം മാറിപ്പോകട്ടെ, എന്റെ പ്രിയരേ, നിങ്ങളുടെ കൂടെ സ്വർഗത്തിലെ നല്ല കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ അടുക്കലവനുണ്ട്. നിങ്ങളുടെ കൂടെ അവനുണ്ട്. നിങ്ങൾക്ക് ആപത്ത് വരുമ്പോൾ, നിങ്ങൾക്ക് പ്രയാസം വരുമ്പോൾ, നിങ്ങൾക്ക് പ്രതികൂലം വരുമ്പോൾ ഒരിക്കലും നിങ്ങളെ ത്യജിച്ചു പറയുകയും നിങ്ങളെ ഉപേക്ഷിക്കുന്നവനുമല്ല നമ്മുടെ കർത്താവ്. 46-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, ദൈവം നമുക്ക് സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, തിരുവചനത്തിൽ പഠിപ്പിക്കുന്നു. 46-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, ദൈവം നമുക്ക് സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ തുണ എന്ന പദം ആദ്യമായി കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. സകല മാനവ മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയത്ത്, മനുഷ്യനെ സൃഷ്ടിച്ച് ആദാമിനെ ഏദൻ തോട്ടത്തിലാക്കിയിട്ട് സകലമാന ജീവജാലങ്ങൾക്കും ആദാം പേരിട്ടതിനു ശേഷം തനിക്കൊരു തുണയില്ലാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, ആദാമിന്റെ കൂടെ ഇരിക്കുവാൻ ദൈവം മനുഷ്യന് തക്ക തുണയെ ഉണ്ടാക്കി കൊടുത്തെന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നത്.
ആമേൻ. തുണ എപ്പോഴും കൂടെ ഇരിക്കുന്ന, പ്രതികൂലം വരുമ്പോൾ, പ്രതിബന്ധം വരുമ്പോൾ മാറിപ്പോകുന്ന ഒരു വ്യക്തിയല്ല. ആദാമിന്റെ കൂടെ എപ്പോഴും ഇരിക്കുവാൻ ഹവ്വയെ അവൻ സ്വർഗത്തിലെയും ആക്കി വെച്ചതുപോലെ, ആമേൻ, ഹവ്വയെ സൃഷ്ടിച്ച് ആദാമിന്റെ കയ്യിൽ ഏൽപ്പിച്ചതുപോലെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രതികൂലം വരുമ്പോൾ, പ്രതിബന്ധം വരുമ്പോൾ നിങ്ങളെ ആമേൻ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ്, നിങ്ങളെ അറിയത്തില്ല എന്ന് പറഞ്ഞ് ആമേൻ ഒരിക്കലും മാറിപ്പോകുന്നവനല്ല കർത്താവ്. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, ആമേൻ, ദൈവം നമുക്ക് സങ്കേതവും ബലവുമാ. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവരാണോ? നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്നവരാണോ? നിങ്ങൾ ഒരു രോഗത്തിനകത്ത് ആയിരിക്കുന്നവരാണോ? നിങ്ങൾ വേദനയാൽ അവൻ ഭാരപ്പെടുന്നവരാണോ? നിങ്ങൾ ദുഃഖത്തിൽ ആഴ്ത്തപ്പെട്ടിരിക്കുന്നവരാണോ? സാരമില്ല, ബൈബിൾ പഠിപ്പിക്കുന്നു, കഷ്ടങ്ങളിൽ ദൈവം നിങ്ങൾക്ക് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഒരു പക്ഷേ അമേൻ പ്രതികൂലം വരുമ്പോൾ, പ്രതിബന്ധം വരുമ്പോൾ, ലോകത്തിലെ അമേൻ ഭർത്താവ് അല്ലെങ്കിൽ അമേൻ ഒരു ഭാര്യയ്ക്ക് കഷ്ടം വരുമ്പോൾ, അമേൻ നമ്മൾ വായിച്ചിട്ടില്ലേ, ചില ഭർത്താക്കന്മാർ അമേൻ ആ ഭാര്യയെ ഉപേക്ഷിച്ച് കളയുന്നു. ഭർത്താവിന് കഷ്ടം വരുമ്പോൾ, അമേൻ ഒരു പ്രതികൂലം വരുമ്പോൾ ഭാര്യ അമേൻ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോകുന്നു. എന്നാൽ തിരുവചനം പഠിപ്പിക്കുന്നു, ആരെല്ലാം ഉപേക്ഷിക്കട്ടെ, ആരെല്ലാം മാറിപ്പോകട്ടെ, ബൈബിൾ പഠിപ്പിക്കുന്നു, ദൈവം നമുക്ക് സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ. അതേ പ്രിയമുള്ളവരെ, നിങ്ങളുടെ കഷ്ടങ്ങളിൽ നിങ്ങളെ സഹായിക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, എന്നെ സഹായിക്കാൻ ആരുമില്ല, എൻ്റെ കൂടെ ആരുമില്ല, എൻ്റെ കൂടെ ആരുമില്ല എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഓർത്തുകൊള്ളുക, നിങ്ങളുടെ കൂടെ സ്വർഗത്തിലെ നല്ല കർത്താവുണ്ട്. തിരുവചനം ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. ആമേൻ. ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന കഷ്ടങ്ങളിൽ, പ്രതികൂലങ്ങളിൽ, പ്രയാസങ്ങളിൽ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന കർത്താവ് ആമേൻ അവൻ നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങൾക്ക് നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. തിരുവചനത്തിൽ അമേൻ ഈ ഭാഗം വളരെ ശ്രദ്ധേയമാണ്. ഇതിന്റെ 42-ാമത്തെ വാക്യത്തിലേക്കൂടെ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നത്, അമേൻ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാമത്തെ അധ്യായം 42-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്കായി അമേൻ വായിക്കുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ ജനത്തിന് ഈ വലിയ അനർത്ഥമൊക്കെയും വരുത്തിയതുപോലെ തന്നെ ഞാൻ അവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും അവർക്ക് വരുത്തും. പ്രിയരെ, പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ ലോകത്തിൽ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ വല്ലാത്ത സാഹചര്യത്തിൽ അമേൻ വല്ലാത്ത പ്രതികൂലങ്ങളിൽ, വല്ലാത്ത പ്രതിബന്ധങ്ങളിൽ അമേൻ ലോകം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, നമുക്കറിയാം ഇപ്പോൾ നാം അനുഭവിക്കുന്ന, ഇപ്പോൾ ലോകത്തിനകത്ത് മനുഷ്യർ ഭയാനകമായി ഭീതിയോടെ കാണുന്ന അമേൻ COVID-19 എന്ന രോഗത്താൽ ഭാരപ്പെടുന്ന പലരും, അമേൻ ആ രോഗം അമേൻ വരുമോ, നാളെ ഉണ്ടാകുമോ എന്ന ഭീതിയിലായിരിക്കുന്ന പലരും, ഈ ലോകത്തിൽ ഈ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, ദൈവപൈതലേ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ ജനത്തിന് ഈ വലിയ അനർത്ഥമൊക്കെയും വരുത്തിയതുപോലെ തന്നെ. അത് നിങ്ങൾ ഏതെങ്കിലും പ്രശ്നത്തിനകത്താണോ, ഏതെങ്കിലും പ്രയാസത്തിനകത്താണോ? ആ പ്രയാസത്തിനകത്ത് നിങ്ങൾ കിടക്കുമ്പോൾ ഓർത്തുകൊള്ളുക, ഈ പ്രയാസം കൊണ്ട് നിങ്ങൾ തീർന്നു പോകത്തില്ല. ഈ പ്രശ്നം ആമേൻ ഇതിന്റെ ഒരിക്കലും ഈ പ്രശ്നങ്ങൾ, ഈ പ്രയാസങ്ങൾ, ഈ പ്രതിബന്ധങ്ങൾ അതൊന്നിന്റെയും അവസാനമല്ല. ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുന്നു, ഈ പ്രതികൂലങ്ങൾ, ഈ പ്രതിബന്ധങ്ങൾ, ഈ പ്രയാസങ്ങൾ, ഈ ഒറ്റപ്പെടലുകൾ, ഈ വേദനകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിന് കാരണമാകാൻ പോകുകയാണ്. ഒരു പുതിയ തുടക്കത്തിന് കാരണമാകാൻ പോകുക. അത് ഞാൻ ഈ ജനത്തിന് അവൻ വരുത്തിയ അനർത്ഥമൊക്കെയും അവൻ ഈ വലിയ അനർത്ഥമൊക്കെയും വരുത്തിയതുപോലെ തന്നെ ഞാൻ അവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും അവർക്ക് വരുത്തും. അങ്ങനെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറഞ്ഞ, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകിയ പ്രോമിസ്, നിങ്ങൾക്ക് നൽകിയ വാഗ്ദത്തം പ്രശ്നങ്ങളിൽ നിന്ന് മാറിപ്പോകത്തില്ല, പ്രതികൂലത്തിൽ അത് മാറിപ്പോകത്തില്ല, പ്രതിബന്ധങ്ങൾ അത് മാറിപ്പോകത്തില്ല, കഷ്ടങ്ങൾ അത് മാറിപ്പോകത്തില്ല, ഒറ്റപ്പെടൽ അത് മാറിപ്പോകത്തില്ല. ബൈബിൾ പഠിപ്പിക്കുന്നു, അമേൻ അനർത്ഥം വന്നെങ്കിൽ, അനർത്ഥം നീ കണ്ടെങ്കിൽ അതേ നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ നന്മകൾ കാണാൻ പോകുകയാണ്. അതേ നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ ഉയർച്ചകൾ കാണാൻ പോകുകയാണ്. വീണ്ടും അമേൻ ഒരു നല്ല ഒരു അനുഭവത്തിലേക്ക്, അമേൻ കഷ്ടത്തിലായിരിക്കുന്നവരെ ഒരു നല്ല അനുഭവത്തിലേക്ക് നിങ്ങളെ നടത്താൻ കർത്താവ് ശക്തനാ. അതെ, ഞാൻ അവർക്ക് വരുത്തുമെന്ന് പറഞ്ഞ എല്ലാ നന്മയും അവർക്ക് വരുത്തും. അമേൻ. ഞാൻ അവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും അവർക്ക് വരുത്തും. നോക്കുക പ്രിയമുള്ളവരെ, 16-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എന്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, യേശുവിനെ രക്ഷകനും കർത്താവുമായി നിങ്ങളുടെ ജീവിതത്തിൽ സ്വാഗതം ചെയ്യുകയും യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അവന് വാഴുവാൻ അവസരം കൊടുത്തതുകൊണ്ടില്ലേ ഇന്ന് നിങ്ങൾ കാണുന്ന നന്മ മുഴുവനും? അവൻ നിങ്ങളുടെ കർത്താവ് ആയതുകൊണ്ടില്ലയോ അമേൻ ഈ കാണുന്ന നന്മകൾ മുഴുവനും, നിങ്ങൾ അനുഭവിക്കുന്ന നന്മകൾ മുഴുവനും അവൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ടല്ലേ?
അങ്ങനെങ്കിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എന്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എത്ര പേർക്ക് പറയാൻ പറ്റും, എന്റെ ദൈവം ഒഴികെ എനിക്കൊരു നന്മയുമില്ല, എന്റെ ദൈവത്തെ കൂടാതെ എനിക്കൊരു നന്മയുമില്ല, എന്റെ ദൈവം തന്നതല്ലാതെ എനിക്കൊന്നുമില്ല, എല്ലാ നന്മകളും ആമേൻ ദൈവം എനിക്ക് നൽകിയതെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും ഈ പകൽ? ആ കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല, നിന്നെ കൂടാതെ ഒന്നുമില്ല, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ. പ്രതിബന്ധങ്ങളുടെയും പ്രശ്നങ്ങളുടെ നടുവിൽ കൂടെ മുന്നോട്ട് പോകുമ്പോൾ ആമേൻ ശത്രുക്കൾ ശത്രുക്കളുടെ മുന്നിൽ ആമേൻ വേദനകൾ അനുഭവിച്ചുകൊണ്ട് നിങ്ങളുടെ അധപ്പതനം കാണാൻ ആമേൻ ആയിരിക്കുന്നവരുടെ നടുവിൽ ആമേൻ നിങ്ങൾക്കെതിരെ പലതും പകഞ്ഞുണ്ടാക്കി, പലതും പറഞ്ഞുണ്ടാക്കി, നിങ്ങളുടെ തല കുനിക്കപ്പെടുവാൻ, നിങ്ങൾ തല താഴ്ത്തപ്പെട്ട് വേദനിക്കപ്പെട്ട് ആയിരിക്കുന്നത് കാണുവാൻ പലരും ആഗ്രഹിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്. 86 സങ്കീർത്തനം 17 വാക്യം ഇങ്ങനെ പറയുന്നു, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം എനിക്ക് തരണമേ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങളെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കാൻ പോകുക പ്രിയമുള്ളവരെ, നിങ്ങളെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കാൻ പോകുകയാ. 25 സങ്കീർത്തനം 3 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ആമേൻ യഹോവയെ കാത്തിരിക്കുന്നവർ, നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. അതേ പ്രിയമുള്ളവരെ, ആമേൻ ദൈവത്തെ കാത്തിരിക്കുന്ന നിനക്ക് വേണ്ടി മറ്റുള്ളവർ ലജ്ജിച്ചു പോകത്തക്കവണ്ണം നന്മയ്ക്കായി ഒരു അടയാളം നിനക്ക് നൽകി തരാൻ പോകുകയാ, ഒരടയാളം വെളിപ്പെട്ട് വരാൻ പോകുകയാ. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. പ്രവാചക പുസ്തകത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. പ്രവാചക പുസ്തകത്തിൽ നാം ഇങ്ങനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 37 അധ്യായം അതിന്റെ 30-31 വാക്യത്തിൽ ഇങ്ങനെയാണ് പ്രിയമുള്ളവർ വായിക്കുന്നത്, എന്നാൽ ഇത് നിനക്ക് അടയാളമാകും. അതെ, നന്മയ്ക്കായി ഒരു അടയാളം വെളിപ്പെടുമ്പോൾ അടയാളത്തെ കുറിച്ച് പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, ഇന്ന് പകലിൽ നിങ്ങളെ പകയ്ക്കുന്നവർ കാണെ അവർ ലജ്ജിച്ചു പോകേണ്ടതിന് തമ്പുരാൻ നിങ്ങൾക്കൊരു അടയാളം ചെയ്യുമ്പോൾ ഒരു അടയാളം വെളിപ്പെടുത്തുവാൻ എനിക്കൊരു അടയാളം വേണം, അവർ നന്മയുടെ ഒരു അടയാളം വേണം ചോദിക്കുന്ന ദൈവമായതല്ലേ. ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുന്നു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 37 അധ്യായം 30 വാക്യം, എന്നാൽ ഇത് നിനക്ക് അടയാളമാകും, നിങ്ങൾ ഈ ആണ്ടിൽ പടുവിത്ത് വിളയുന്നതും 2-ാം ആണ്ടിൽ താനെ കിളിർത്ത് വിളയുന്നതും തിന്നും. ഞാൻ ഈ ഭാഗം പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചപ്പോൾ, ഞാൻ അതിനെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ, ഈ വാക്യത്തിന്റെ പല പരിഭാഷകൾ വായിച്ചപ്പോൾ അതിനകത്തെ 2 പരിഭാഷ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്നാമത് ഇങ്ങനെ പറഞ്ഞത്, പടുവിത്ത് വിളയുന്നു. എന്താണ് ഈ പടുവിത്ത് എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, ഒരു കൃഷിക്കാരൻ വളരെ ആഗ്രഹത്തോടെ വളരെ പ്രതീക്ഷയോടെ വിതച്ച വിത്ത് കുറെ നാൾ കാത്തിരുന്നിട്ടും ആ വിത്ത് കിളിക്കുകയോ അതിനകത്തൊരു വിളവെടുപ്പുണ്ടാവുകയോ ചെയ്യാതിരിക്കുമ്പോൾ ആ പ്രതീക്ഷകൾ നഷ്ടമായിട്ട് ഇനി അതിനകത്തൊരു ഫലമുണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് കൃഷിക്കാരൻ ആ വിത്തിനെ ഉപേക്ഷിച്ച് മാറിപ്പോയത്, വിതച്ച വിത്ത് ഫലം കാണാതിരിക്കുമ്പോൾ ഇനി ഒരിക്കലും അത് കിളിക്കുകയുമില്ല ഫലമുണ്ടാകുകയുമില്ല എന്ന് പറഞ്ഞ് മാറിപ്പോകുമ്പോൾ, പ്രതീക്ഷ ഇല്ലാതെ പോയ, ഇനിയും പ്രതീക്ഷിക്കാത്ത, പണ്ട് വിതച്ചിട്ടും ഒരു നന്മ വെളിപ്പെടാത്ത, പ്രതീക്ഷിക്കാത്ത ഒരു നന്മ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ ആ വിത്ത് കൃഷിക്കാരന്റെ അസ്തമിച്ചുപോയ പ്രതീക്ഷകളെ ഉദിപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, പടുവിത്ത് വിളയും. വിതച്ച വിത്ത് കിളിക്കാതിരിക്കുമ്പോൾ ഇനി ഒരിക്കലും അത് കിളിക്കത്തില്ല എന്ന് പറഞ്ഞ് അതിനെ ഉപേക്ഷിച്ചു പോയ കൃഷിക്കാരൻ കഴിഞ്ഞ നാളുകൾ തന്റെ കഷ്ടപ്പാട് കൊണ്ട് താൻ വിതച്ച ആ വിത്ത് അത് കിളിച്ചു കയറി നന്മ കൊടുക്കുന്നു. അതാണ് പടുവിത്ത് വിളയുന്നത്. ഇനി ഒരിക്കലും ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല, അത് നിഷ്ഫലമായി പോയി, എന്റെ പ്രയത്നം വെറുതെ ആയിപ്പോയി എന്ന് പറയുമ്പോൾ പ്രിയളരെ, നഷ്ടമായതിനെ നോക്കി പരിശുദ്ധാത്മ പറയുന്നു, ഒരു പടുവിത്ത് വിളയാൻ പോകുകയാണ്. നിങ്ങൾ ഈ ആണ്ടിൽ പടുവിത്ത് വിളയുന്നതും 2-ാമത്തെ ആണ്ടിൽ താനെ കിളിർത്ത് വിളയുന്നതും തിന്നും. സ്തോത്രം. ഈ കാലഘട്ടത്തിൽ എത്ര പേർ പറയാൻ കഴിയുന്നുണ്ട്, ഞാൻ അധ്വാനിച്ചിട്ടോ ഞാൻ കഷ്ടപ്പെട്ടിട്ടോ അല്ല. അധ്വാനിക്കാനോ കഷ്ടപ്പെടുവാനോ ലോകത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ ലോകത്തിലേക്ക് പോകുവാൻ കഴിയുന്നില്ല.
മാരകമായ രോഗത്തിന്റെ ഭീതിയാലും ആമേൻ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാ പറയുന്നു, 2-ാം ആണ്ടിൽ താനെ കിളിർത്തു വിളയുന്നത്, ആരും നടാത്തതൊന്ന് താനെ കിളിർത്തു വിളയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് കർത്താവ് ചെയ്തു തരാൻ പോകുകയാ, ചിലത് വെളിപ്പെടുത്തി തരാൻ പോകുകയാ, ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടാൻ പോകുകയാ. ഇതൊരു അടയാളമായി നീ കാണാൻ പോകുകയാ. അതെ, പടുവിത്ത് വിളയാൻ പോകുകയാ. പട്ടുപോയത് ഇനി ഒരിക്കലും കൊയ്യാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞത്, വിളവെടുക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞതിനെ അതൊരടയാളമായി വീണ്ടും കിളിച്ചു കയറാൻ പോകുകയാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയത് ഇനി ഒരിക്കലും ഒരു ഫലം ആമേൻ കൊണ്ടുവരത്തില്ല. 2, വിതച്ചിട്ടും കരഞ്ഞിട്ടും മറുപടി ലഭിക്കാത്തത് അത് കിളിർത്തു കയറുന്നു, അത് ഫലമെടുക്കുന്നു. അതെ, അടയാളം വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. ഉത്തമഗീതം 2-ാമത്തെ അധ്യായം അതിന്റെ 11ഉം 12ഉം ഇങ്ങനെയാണ് വായിക്കുന്നത്: ശീതകാലം കഴിഞ്ഞു, മഴയും മാറിപ്പോയല്ലോ, പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വരുന്നു. അതേ പ്രിയമുള്ളവരെ, ഈ കാലം കഴിയും, ഈ പ്രയാസമുള്ള കാലം കഴിയും, ഈ പ്രശ്നങ്ങളുടെ കാലം മാറും. അമേൻ, അമേൻ, അമേൻ. അധികാരികൾ പറഞ്ഞതുപോലെ ഈ കോവിഡിന്റെ കാലം മാറും കേട്ടോ. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നു, ശീതകാലം കഴിഞ്ഞു, മഴയും മാറിപ്പോയല്ലോ, പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വരുന്നു. ഞാൻ ആ പദത്തിൽ നിങ്ങൾ നിൽക്കണമേ, ആ വാക്യത്തിൽ നിങ്ങൾ നോക്കണമേ. ഉത്തമഗീത 2:12. സസ്യങ്ങൾ ഭൂമിയിൽ കാണായി വരുന്നല്ല, പുഷ്പങ്ങൾ. ഒരു ചെടി മഴയത്തും മഞ്ഞത്തും കിടന്ന് അത് അമേൻ അട്ടുപോകാതെ, അത് നഷ്ടമായി പോകാതെ, അതിനി ഒരിക്കലും കിളിക്കത്തില്ല എന്ന് പറഞ്ഞ്, ഫലമെടുക്കത്തില്ല എന്ന് പറഞ്ഞ് മണ്ണിനകത്ത് കിടന്ന് അഴുകിപ്പോയിരിക്കുമ്പോൾ ബൈബിൾ പഠിപ്പിക്കുന്ന ശീതകാലം കഴിഞ്ഞ് മഴയും മാറിപ്പോയപ്പോൾ ഇനി ഒരിക്കലും ഒരു പൂവുണ്ടാകത്തില്ലെന്ന് പറഞ്ഞ ആ ചെടിക്കകത്തുനിന്ന് ഒരു പൂവ് വിരിഞ്ഞു വന്നതുപോലെ ബൈബിൾ പഠിപ്പിക്കുന്നു, പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വരുന്നു. അടുത്തത്, വള്ളിത്തല മുറിക്കും കാലം വന്നിരിക്കുന്നു. അത് സീസണെ കാണിക്കുന്നു പ്രിയമുള്ളവരെ. അടുത്തൊരു സീസണിലേക്ക് വെളിപ്പെടുന്ന കാലമാണ്. വള്ളിത്തല മുറിക്കും കാലം വന്നിരിക്കുന്നു. അതെ, ഒരു സീസൺ ഉണ്ടാകാൻ പോകുന്നു. ഒരു നല്ല ഫലത്തെ കൊയ്തെടുക്കുന്ന ഒരു സീസണിലേക്ക് പരിശുദ്ധാത്മ പ്രവേശിപ്പിക്കാൻ പോകുന്നു. അടുത്ത ഭാഗം ഇങ്ങനെ പറയുന്നു: കുറുപ്രാവിന്റെ ശബ്ദവും നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു. ഏതായി കുറുപ്രാവ്? വീട്ടിനകത്തിരുന്ന് എന്നിനി ഒരുമിച്ചിരുന്ന് ആരാധിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ദൈവപൈതലേ, ബൈബിൾ പഠിപ്പിക്കുന്നു, കുറുപ്രാവിന്റെ ശബ്ദവും നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു. അതെ, ഇന്ന് സഭായോഗമായി ഒന്നിച്ചു കൂടാൻ കഴിയാതെ പല ഭവനങ്ങൾക്കകത്തിരിക്കുമ്പോൾ ദൈവപൈതലേ, നിന്റെ പ്രതീക്ഷ നഷ്ടമായി പോകരുത്. പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വരും. ഈ കാലം കഴിയും, മഴയും മാറിപ്പോകും, പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വരും, വള്ളിത്തല മുറിക്കും കാലം വന്നിരിക്കുന്നു. കുറുപ്രാവിന്റെ ശബ്ദം നാട്ടിൽ കേൾക്കുന്നു. അതെ, കുറുപ്രാവ്. ഏതായി കുറുപ്രാവ്? ഉത്തമഗീതം 2:14 ഇങ്ങനെ പറയുന്നു: പാറയുടെ പിളർപ്പിലും കടുംദുഃഖത്തിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. നിന്റെ സ്വരം ഇമ്പമുള്ളതും മുഖം സൗന്ദര്യമുള്ളതുമാകുന്നു. അങ്ങനെങ്കിൽ കുറുപ്രാവിന്റെ ശബ്ദം എന്ന് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സഭയാണ് അത് പറയുന്നത്. സഭയുടെ ശബ്ദം നാട്ടിൽ മുഴുവനും കേൾക്കാൻ പോകുകയാ. അമേൻ. സഭയ്ക്കകത്തെ ആരാധന ദേശങ്ങളിൽ അമേൻ വീണ്ടും മുഴങ്ങി കേൾക്കാൻ പോകുകയാ. അമേൻ. കെട്ടുപോയെന്ന് പറഞ്ഞത് ഇനി ഒരിക്കലും വെളിപ്പെടുത്തില്ലെന്ന് പറഞ്ഞ ആ കുറുപ്രാവിന്റെ ശബ്ദം, അമേൻ, ഹല്ലേലൂയ, ഭവനങ്ങൾക്കകത്ത് ഒതുങ്ങിയിരിക്കുന്ന കുറുപ്രാവേ, നിന്റെ ശബ്ദം അമേൻ ദേശത്ത് മുഴങ്ങി കേൾക്കാൻ പോകുകയാ. നാം വീണ്ടും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടി ഇരുന്നു കൊണ്ട്, അതെ, നിങ്ങൾ പെനിയേൽ വർഷിപ്പ് സെന്ററിനകത്ത് ഇരുന്നു കൊണ്ട് അമേൻ നിങ്ങളുടെ ദൈവദാസനൊപ്പം നാം ഒരുമിച്ച് ആരാധിക്കാൻ പോകുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സുദിനം വേഗത്തിൽ നാം കാണാൻ പോകുകയാ. അമേൻ. ഈ വചനം അമേൻ ഇന്ന് പകൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, അമേൻ, എന്റെ മുഖം കാണാൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഇന്ന് പകൽ ഈ വചനം എന്റെ മുഖം കാണാതെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ പ്രവചനാത്മാവിൽ പ്രവചിക്കാം. അതേ, കുറുപ്രാവിന്റെ ശബ്ദം നമ്മുടെ നാട്ടിൽ കേൾക്കാൻ പോകുകയാ. അതെ, നാം ഒരുമിച്ച് നിങ്ങളുടെ പെനിയൽ വർഷിപ്പ് സെന്ററിനകത്ത് നാം ഒരുമിച്ച് നിങ്ങളുടെ മുഖത്തെ നാം മുഖാമുഖമായി അമേൻ ആ ആരാധനാലയത്തിൽ അമേൻ ബാലരാമപുരം ഉച്ചക്കട IPC സെന്ററിനകത്ത് നാം ഒരുമിച്ച് അമേൻ ഹല്ലേലൂയ മുഖാമുഖമായി അമേൻ നിങ്ങളുടെ ശുശ്രൂഷിക്കുകയും നിങ്ങളത് കേട്ട് ആരാധിക്കുകയും നാം ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ പോകുന്നു. അതേ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ദൈവദാസനും നാം ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാൻ പോകുന്നു. നിങ്ങളുടെ ദൈവദാസനും നാം ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന അമേൻ ഒരു ദിവസം വേഗം ആഗതമായി വരാൻ പോകുകയാണ്.
കുറുപ്രാവിന്റെ സഭയുടെ ശബ്ദം ദേശത്ത് മുഴങ്ങാൻ പോകുകയാണ്. അതെ, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരടയാളം നൽകണമേ. അതെ, നന്മയ്ക്കായി ഒരടയാളം തരാൻ പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നന്മയ്ക്കായിട്ട് ഒരു അടയാളം വെളിപ്പെടാൻ പോകുകയാണ്. പടുവിത്ത് വിളഞ്ഞതുപോലെ, നഷ്ടമായത് വിളഞ്ഞതുപോലെ, ഇനി ഒരിക്കലും കിളിക്കത്തില്ല, ഇനി ഒരിക്കലും ഫലമുണ്ടാകത്തില്ലെന്ന് പറഞ്ഞത് വിളഞ്ഞതുപോലെ ഒരു വിളവെടുപ്പ് നന്മയിലേക്ക്. ആമേൻ. ഒരു നാള് മാറിപ്പോകാത്തൊരു നന്മ, ഇന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു നന്മ. അതെ, നിങ്ങളെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം ദൈവം നിങ്ങൾക്ക് തരാൻ പോകുകയാണ്. സ്തോത്രം. കരങ്ങളെ ഉയർത്തുന്ന സ്തോത്രം ചെയ്യാൻ പറ്റുമോ? 32-ാമത്തെ അധ്യായം 40-ാമത്തെ വാക്യം. അമേൻ. അതിന്റെ ആമേൻ ആ ഭാഗം ഒന്നുകൂടെ ഞാൻ നിങ്ങളോട് പറയുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഞാൻ അവരെ വിട്ടുപിരിയാതവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും. പ്രിയമുള്ളവരെ, ആരെല്ലാം വിട്ടുപിരിഞ്ഞാലും ആരെല്ലാം വിട്ടുമാറിയാലും ഓർത്തുകൊള്ളുക, ദൈവം നിങ്ങളുടെ മുമ്പിൽ നിങ്ങളിൽ നിന്ന് മാറിപ്പോകത്തില്ല, നിങ്ങളെ ത്യജിച്ചു പറയത്തില്ല. ആമേൻ. അറിയത്തില്ലെന്ന്, നിങ്ങളെ എനിക്ക് അറിയത്തില്ല എന്ന് ഒരിക്കലും കർത്താവ് പറയുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിന്റെ 28-29 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. എന്റെ പ്രിയരെ, എന്റെയും നിങ്ങളുടെയും കൂടെ കർത്താവുണ്ട്. എന്നെയും നിങ്ങളെയും ലോകത്തിൽ നിന്ന് രക്ഷിച്ച കർത്താവിന്റെ കയ്യിൽ നാം സുരക്ഷിതരാ. പ്രിയമുള്ളവരെ, പുറപ്പാട് പുസ്തകം 15-ാമത്തെ അധ്യായം 9-10 വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, ഞാൻ പിടിക്കും, പിന്തുടരും, കൊള്ള പങ്കിടും, എന്റെ ആശ അവരാൽ പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞു. ചെങ്കടൽ കടക്കാൻ മരുഭൂമിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഇസ്രായേൽ മക്കൾ ആ ജനത്തെ ഇതുവരെ പിടിച്ചു വെച്ചിരുന്ന, അടിമപ്പണി ചെയ്യിപ്പിച്ചിരുന്ന, നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഇതുവരെ അവരോട് പോരാടിയ പ്രശ്നമെന്ന ഫറവോന്റെ ശക്തിയെ, ആ ഫറവോന്റെ ശക്തിയെ സ്വർഗത്തിലെ ദൈവം ഈയം പോലെ വെള്ളത്തിൽ താഴ്ത്തിക്കളഞ്ഞെന്ന തിരുവചനം പഠിപ്പിക്കുന്നത്. ഒരു ശത്രുവിനും നിന്നെ പിന്തുടർന്ന് പിടിക്കുവാനോ, ഒരു രോഗത്തിനും ഒരു പാരമ്പര്യ മണ്ഡലങ്ങൾക്കും നിന്നെ പിന്തുടർന്ന് പിടിക്കുവാനോ കഴിയത്തില്ല. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, നമ്മെ ആരാ പിന്തുടരുന്നത്? ശത്രുവോ, പ്രതികൂലങ്ങളോ, രോഗമോ, പ്രതിബന്ധങ്ങളോ, പിശാചോ? 23-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം, അത് ഓർമ്മയുള്ള കാര്യമല്ലേ? എപ്പോഴും വായിച്ചു പോകുന്നതല്ലേ? നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. പ്രതികൂലമല്ല, ഫറവോന്റെ ശക്തിയല്ല, പ്രതിബന്ധങ്ങളല്ല, എന്നും ഒറ്റപ്പെടലുകളല്ല, എന്നും വേദനകളല്ല, എന്നും നിങ്ങൾക്ക് രോഗങ്ങളല്ല, എന്നും നിങ്ങൾക്ക് പ്രതികൂലങ്ങളല്ല. അതെ, നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിങ്ങളെ പിന്തുടരും. 128-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യത്തിലെ വാക്യം കൂടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. അതേ പ്രിയമുള്ളവരെ, ഒത്തിരി അധ്വാനിച്ചു, ഒത്തിരി കഷ്ടപ്പെട്ടു, ഒരു നന്മയും ഇനി എനിക്ക് ആ നന്മകൾ പ്രാപിക്കാൻ കഴിയുമോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്ന വാക്കുകൾ കേൾക്കുക. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. ആരാ പറഞ്ഞത് നീ ഭാഗ്യകെട്ടവനാന്ന്? ആരാ പറഞ്ഞത് നീ ഭാഗ്യമില്ലാത്തവളാണെന്ന്? നീ ഒരു പരാജയമാണെന്ന്? ആരാ നിന്നോട് പറഞ്ഞത് നിന്റെ ജീവിതത്തിൽ നീ ഒരു പരാജയപ്പെട്ടവനാണെന്ന്? ലോകം പറയുന്നത് കേട്ട് ഞാനൊരു പരാജയപ്പെട്ടവനാ, ഒരു ജയം കൈവരിക്കാൻ കഴിയത്തില്ല, എനിക്കൊരിക്കലും ഒരു വിജയം കൈവരിക്കാൻ കഴിയത്തില്ല എന്ന് നീ പറയുമ്പോൾ നീ ഓർത്തുകൊള്ളുക, നീ ഒരിക്കലും പരാജയപ്പെട്ടവനല്ല, നീ ഭാഗ്യമില്ലാത്തവനല്ല, നീ ഭാഗ്യമില്ലാത്തവളല്ല. ബൈബിൾ പഠിപ്പിക്കുന്നു, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. അതേ പ്രിയമുള്ളവരെ, വിട്ടുപിരിയാതെ, ആരെല്ലാം മാറിപ്പോയാലും വിട്ടുപിരിയാതെ നിങ്ങളുടെ കൂടെ ഇരുന്ന് ശത്രുവിന്റെ കയ്യിൽ നിങ്ങളെ വിട്ടുകൊടുക്കാതെ, രോഗത്തിന് വിട്ടുകൊടുക്കാതെ, പ്രതികൂലങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന സ്വർഗത്തിലെ ദൈവം, നമ്മുടെ നല്ല പിതാവ് പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം നമുക്ക് തുണ. മനുഷ്യർക്ക് നമ്മോട് എന്തു ചെയ്യുവാൻ കഴിയും? ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, പുത്രനാകുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ സന്ദേശം കേൾക്കുന്ന അങ്ങയുടെ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർ ഈ നിമിഷം യേശുവിൻ നാമത്തിൽ അവർ സൗഖ്യം അനുഭവിക്കട്ടെ. ഒരു മുറിക്കകത്തൊറ്റയ്ക്ക് അടയ്ക്കപ്പെട്ട് കിടക്കുന്നവർ, പ്രതികൂലം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്നവർ, എന്നെ ശ്രവിക്കുന്നവർ, ഇപ്പോൾ തന്നെ അവർ പുറത്തു വരട്ടെ. വലിയ വിടുതലുകൾ അവർ പ്രാപിച്ചെടുക്കട്ടെ.
എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ തോന്നലുകളുടെ നടുവിൽ ബൈബിൾ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ദൈവത്തിന്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നു, വിട്ടുപിരിയാതെ ഞങ്ങൾക്ക് നന്മ ചെയ്യാമെന്ന് അരുളി ചെയ്ത ആമേൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളാൽ ഇവർ നിറഞ്ഞു വരട്ടെ, ഒരു അനുഗ്രഹം അനുഭവിക്കട്ടെ. പ്രാർത്ഥനയുടെ കൃപകൾക്കായി നന്ദി പറയുന്നു യേശു ക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ നൈസ് ഡേ. ജീവിത ക്ലേശ
പ്രൈസ് ദി ലോർഡ്. കർത്താവ് തൻ്റെ ദാസനിലൂടെ വളരെ അനുഗ്രഹീതമായ ആലോചന നമുക്ക് നൽകി തരുവാനിടയായി തീർന്നല്ലോ. തുടർന്നുള്ള നാളുകളിൽ നൽകപ്പെട്ട ആലോചന പ്രകാരം കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും നമ്മുടെ ആത്മീക ജീവിതം ജയത്തോടെ നയിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. വരുന്ന ആഴ്ചവട്ട നാം സഞ്ചരിക്കുന്ന ആ പാതകളിലൊക്കെ ദൈവം നമ്മെ വഴി നടത്തുവാൻ, താഴ്ചകൾ വീഴ്ചകൾ കൂടാതെ ദൈവം വഴി നടത്തേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും നാം കേട്ട എല്ലാ ആലോചനകളോടും എല്ലാ വിഷയങ്ങളോടും കർത്താവിന്റെ വരുവരെയും ദൈവ സാന്നിധ്യം എല്ലായ്പ്പോഴും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാം അടിയാരെ മനസ്സലിവുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. മനസ്സലി